പരിശ്രമങ്ങളുടെ ഫലമായി നമ്മൾ ഈ വരുന്ന 23-ാം തീയതി തിയേറ്ററിലേക്ക് എത്തിക്കുന്ന നമ്മുടെ നരിവേട്ട എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട്, ടെക്നിക്കൽ ക്രൂവിലൊക്കെയുള്ള ആൾക്കാരൊക്കെ വരാനുണ്ട്, പ്രിയങ്കത വരാനുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് 23-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സിനിമയാണ്. വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ സമീപിക്കുന്നത്. ഈ സിനിമ 23-ൽ തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ജനങ്ങളിലേക്ക് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ സിനിമ അർഹിക്കുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. കൂടുതൽ ദൃശ്യമാധ്യമങ്ങളെയും പ്രിന്റഡ് മീഡിയയും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ 23-ാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നത് എന്ന് അറിയിക്കുക എന്നാണ് ഇതിൻ്റെ ആദ്യമായ ഉദ്ദേശം. അപ്പോൾ നിങ്ങളുടെ സഹകരണവും അത്തരം കാര്യങ്ങൾക്ക് നമ്മൾക്ക് പ്രചോദനമായി ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം. അഗ്രാജ് പറഞ്ഞതുപോലെ ഈ സിനിമയെ പറ്റിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരി നമുക്ക് ഈ സിനിമയുടെ ആശയത്തെ പറ്റിയിട്ട് നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇതിന്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടും ഇതിൽ അഭിനയിച്ചിട്ട് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഇനിയും കുറേ പറയാനായിട്ട്. പക്ഷെ ഇതിന്റെ ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കും ഈ സിനിമയുടെ ഏറ്റവും നല്ല പ്രമോഷൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് ഈ 23-ാം തീയതി മെയ് 23-ാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് ആ സിനിമയുടെ ക്വാളിറ്റി ഒരു കാര്യം പോലും കോംപ്രമൈസ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങൾ വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ജോലികളൊക്കെ കഴിഞ്ഞ് സെൻസറും കഴിഞ്ഞ് പടം ഇപ്പോൾ അപ്ലോഡിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും നരിവേട്ട സിനിമ ടീം മുഴുവൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന ഒരു വിജയം പ്രേക്ഷകർ തന്നെ നേടിത്തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ വരുന്ന 23-ാം തീയതി നരിവേട്ട വരുവാണ്. ഫിസിക്കലി മെന്റലി കുറെ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നൊരു വർക്കാണ്. എൻ്റെ മാത്രമല്ല, നമ്മൾ കൂടെ അഭിനയിച്ച ട്രൈബൽ ചേട്ടന്മാരും ചേച്ചിമാരാണെങ്കിൽ പോലും അവരും വളരെയധികം എഫോർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ മൂവി നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മൂവി കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഹായ്, ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. മെയ് 23 വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് നെസസറി ആയിട്ടുള്ളൊരു ഫിലിമാണ്. ഇത്രയും അടിപൊളി ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയത് എന്നെ പോലെ ഒരു ആക്ടർക്ക് ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. സോ നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കര വെയിറ്റിംഗ് ആണ് ഫോർ മെയ് 23. നരിവേട്ട തോന്നുന്നു. ഹലോ, ഇപ്പോൾ ഉള്ളതിനൊക്കെ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു സിനിമയാണ്. ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്താണെങ്കിൽ അനുരാജിൻ്റെ 6 കൊല്ലത്തിന് ശേഷം ഇതിനായിട്ടുള്ള ഞങ്ങൾ ഏറ്റവും അങ്ങനെ ലുക്കിംഗ് അപ്പ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഷൂട്ട് വരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി കേൾക്കുന്ന വാർത്താന്ന് പറഞ്ഞത് വാഹനം വീഴും, കല്ലിൽ പഴിക്കുന്നുണ്ട്, മുറിവുണ്ട്, അങ്ങനെയൊക്കെയാണ്. ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ചോദിക്കണം, എന്നിട്ട് എവിടെയാണ് ആശുപത്രി കൊണ്ടുപോയിക്കാണോ, അങ്ങനെയാണ് ഇല്ല നേരെ ഇവിടെ പറഞ്ഞിട്ട് ആ മുറിവും എല്ലാം വെച്ചുകൊണ്ട് പുള്ളി അപ്പോഴും അവിടെ നിന്ന് പുള്ളിയുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ട് അവിടെ വെള്ളച്ചാട്ടത്തിന്റെ കല്ലുകൾ പിടിച്ചിരുന്നു, അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂടുതൽ ഇതുപോലെ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ഷൂട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആ ഷൂട്ട് ചെയ്ത് നിൽക്കാനായിട്ട്. അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാബക്കയെ പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകളും അങ്ങനെ കല്ലുപോലെ നിന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്കിത് വർക്ക് ചെയ്ത്
എക്സോസ്റ്റഡ് ആയി പോയെന്നോ വേണ്ടായിരുന്നെന്നോ മതിയായെന്നോ തോന്നിയിട്ടില്ല. അത് കാരണം എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ സിനിമയിൽ ആവോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ടൊക്കെ ഈ സിനിമയ്ക്ക് പല സമയത്തും ആവശ്യമായിട്ട് വന്നിരുന്നു. അതും ഈ പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങാനും പറഞ്ഞ സമയത്ത് തന്നെ തീരാനും ഇതിനുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ ജോലി ചെയ്ത ഓരോരുത്തരും അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ അവരോട് എല്ലാവരോടും നന്ദി പറയാനും കൂടെ വിനിയോഗിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ കുറച്ച് ചോദ്യങ്ങൾ കൂടി കേൾക്കും. സമരത്തിനോട് സിനിമ വരും തലമുറയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്? ചോദ്യം മുഴുവൻ കേട്ടില്ല. ഡയറക്ടർ എടുത്താണ് കേട്ടില്ല, പകുതി കേട്ടില്ല. നരിവേട്ട സിനിമയില് ഒട്ടക സമരമില്ല, അത് വരും തലമുറയിലെ സിനിമയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്? അതാണ് നമ്മൾ ഓൾറെഡി പല സ്ഥലത്ത് പറഞ്ഞാണ്. നമ്മളിതൊരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ ചെയ്ത് ഡോക്യുമെന്ററി ചെയ്യുന്നതല്ല ഇത്. ഒരു സംവിധായകൻ നടക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കാണാൻ പറ്റും. അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട്. നീതിപൂർവമായ സമീപനമാണ് അത്. മുത്തങ്ങ സമരം ആയിക്കോട്ടെ, ചന്ദ്ര സമരം ആയിക്കോട്ടെ, അങ്ങനെ കോയമ്പത്തൂർ മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകൾ നീതിപൂർവമായി തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഇന്നൊരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് എന്ന് പറയുന്നത് സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തൽ കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ സമയത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വൈനോ കാരണം 2003 വലിയൊരു ടെറർ നമ്മൾ വാർത്തകളിലൂടെ ആയാലും നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഒരു വലിയൊരു ടെററായിരുന്നു. അത് പിന്നെ ഓർമ്മപ്പെടുത്ത തിയേറ്ററിൽ ഇങ്ങനെ ഒരു സ്ക്രീനിങ്ങോടെ കൊണ്ടുവരാൻ എന്ത് പ്രാധാന്യമാണ് അതിനോട്? വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2003 സംഭവിച്ച മുത്തങ്ങ ഇൻസിഡന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സിനിമ ചെയ്തിരിക്കുന്നത്. അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെന്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സംവിധായകരെടുത്ത് എം.ടി. സാറ്, IVCC സാറ്, നെറ്റിപ്പണി സാർ ഒക്കെ അതാത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച് സിനിമകൾ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് അബിൻ ആണ് ഇതിന് തിരക്കഥ ചെയ്തിരിക്കുന്നത്. അബിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് പാക്കേജ് കൂടെ ആ സിനിമയിലുണ്ട്. അതിന്റെ സ്കെയില്, അതിന്റെ എക്സിക്യൂട്ടീവ് ലെവൽ, ടെക്നീഷ്യൻ ബാബയ്ക്ക് അടക്കമുള്ള ഷമീർ, ജയ്സേട്ടൻ, രംഗേട്ടൻ, അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടോബി, സുരാജേട്ടൻ, ചേൻ സാർ, അങ്ങനെ പ്രേംവത, ആര്യ, പ്രണവ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ സ്കെയിൽ സിനിമ ആയിട്ടാണ് ഇതിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിലിരുന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വെക്കുന്നതിനപ്പുറം തിയേറ്ററിലിരുന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിങ്ങാണ് കിട്ടുന്നതിനുള്ള ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ വാദം സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞ ഫിക്ഷണൽ തന്നെയാണ്. ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനേ അല്ല ഈ സിനിമ. ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ എന്തൊക്കെ, നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി, സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഷൂട്ടിങ് ചെയ്തിട്ടുള്ള എഫേർട്ട്, അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക. എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വിഷയമല്ല, ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിന്റെ ഒരു മേന്മയായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ തുടക്കം മുതൽ
അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽം മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്ര പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത്. അത് ഈ തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ ഇതാണ് ചരിത്രം, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ളതിലേക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഫിക്ഷണൽ കഥാപാത്രമാണ്. പല കഥാപാത്രങ്ങളും അതുപോലെ ഭൂരിഭാഗം കഥാപാത്രങ്ങൾ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചേരുടെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സിനിമാറ്റിക് ലിബർട്ടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ചോദിക്കാൻ വേണമെന്നില്ല, കാരണം പരിവേട്ട എന്ന ഫോണ്ട് തന്നെ നോക്കും. ആ ഫോണ്ടിൽ തന്നെ ഏകദേശം ആ ഇൻസിഡന്റ് ആണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും അത് തന്നെയാണോ ഈ പ്ലോട്ടിൽ എനിക്ക് മനസ്സിലായി. അല്ല, ആ പോസ്റ്റർ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൈൻഡ് വരുന്ന ആ ഒരൊറ്റ ഇതാണ്. ഞങ്ങളിത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെ ഊഹിച്ചിട്ടില്ലാണെങ്കിൽ അപ്പൊ നിങ്ങൾ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഉറപ്പിച്ചിട്ട് തീർച്ചയായിട്ടും ഞങ്ങളത് ഇത് ആ ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അതേസമയം ഞാൻ തിരിച്ചങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ്. നമ്മൾ കാണുന്ന സിനിമകളെല്ലാം, നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നുമൊക്കെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളുടെ എല്ലാ സിനിമകളും ഉണ്ടാവും. അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമയില് പറയുന്ന വിഷയം നിങ്ങൾ വിട്ടേക്കും. ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ മേന്മ. ഒരു മേലുദ്യോഗസ്ഥനെ കീഴുദ്യോഗസ്ഥനെ ജീപ്പിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പൊ അതിൽ 10-12 വർഷം മുമ്പ് സെൻകുമാർ സാർ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെ ഒരു കോളേജ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കുകയും അത് ആ സെയിം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് പേപ്പറിലൊക്കെ അത് വളരെ മനസ്സിലാകും. ഇപ്പൊ ഒരു ഫിലിം എടുക്കുമ്പോൾ ഇപ്പൊ മുത്തങ്ങ ഇൻസിഡന്റ് പോലെ അതാണെന്ന് പറയുന്നതെങ്കിൽ പോലും അതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഈ കാണിച്ച ഷോട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ അതിനകത്ത് തന്നെ പറഞ്ഞ ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻസ് കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ നോർമലി നമ്മൾ കാണുന്നത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത ഒരു സിനിമ. ഇപ്പൊ ഒരു സിനിമയ്ക്കകത്ത് പല റിയൽ ഇൻസിഡൻസ് വരുമ്പോൾ എല്ലാത്തിനോടും എങ്ങനെ നമുക്ക് ഒരു മേക്കർ നീതി കൊടുക്കാൻ പറ്റും? അത് ഒരു നേരത്തെ നമുക്ക് മുമ്പേ യാത്ര ചെയ്ത സിനിമകളിൽ പോലെ ഒരു ഇൻസിഡന്റിനെ തന്നെ അല്ല പോർട്രേറ്റ് ചെയ്യാറ്. പല ആ എഴുത്തുകാരുടെ ആ സംവിധായകന്റെ അയാളുടെ കാഴ്ച നേരത്തെ പറഞ്ഞ പോലെ അയാളുള്ളിലുള്ള രാഷ്ട്രീയ ബുദ്ധികളും സാമൂഹിക ബുദ്ധികളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട്. ഇപ്പൊ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾ അത് കുറെ നീണ്ട നേരിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അടയാളപ്പെടുത്തൽ തന്നെയാണ്. അത് ഏത് തരത്തിലാണെന്ന് പോലീസ് ഹൈറാർക്കിയിൽ നമ്മൾ കാണുന്ന അത് മാത്രമായിരിക്കണമെന്നില്ല, മറ്റു ചില വിഷ്വൽ കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു റീഡിങ്ങുകൾ കൂടി സിനിമയിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള, കോൺഫ്ലിക്റ്റുകളുള്ള, ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ്. ആ കോൺഫറൻസിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ പ്രസ് മീറ്റിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ ഞാൻ ഇഷ്ടമുള്ള സിനിമയൊക്കെ ഞാൻ 6 വർഷത്തിന് ശേഷം ചെയ്ത സിനിമയാണ്. ടോബി എന്റെ സുഹൃത്താണ്. എന്നെ സംബന്ധിച്ച് ടോബി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് റിവ്യൂ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആ ടോബിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. അതെനിക്ക് അഹങ്കാരത്തോടുകൂടി തന്നെ പറയാൻ പറ്റും. എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ, എന്നെ ഹരയിപ്പിച്ച, എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത് ഒരുപാട് മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. ടോബിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന സിനിമയിൽ മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ പറയാം. ഇപ്പൊ പിന്നെ അതിനകത്ത് എന്താ വെച്ചാൽ സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറെ റിയൽ ഇൻസിഡൻസിനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല. ഇത് ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത്. പിന്നെയാണ് അതിന്റെ കഥ രൂപപ്പെട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന്റെ കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാരെ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു കോമൺ ചോദ്യമുണ്ട്, ഈ സിനിമ ശരിക്കും പോലീസുകാരെ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഒരുപാട് പേര്, ഒന്നിലധികം പേര് എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ഒരു ഇതല്ല നമ്മൾ കേട്ടത്, അതെനിക്ക് അറിയില്ല എന്ന് പറയാം. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ ഇൻസിഡന്റിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കർ, ഇപ്പം നടന്റെ അടുത്തും സംവിധായകൻ രണ്ടുപേർക്കും പറയാം, നമുക്ക് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അത് തടയാൻ, പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വിലങ്ങിടാൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ, ഇത് അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ സിനിമ വേണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? രണ്ടുപേർക്കും പറയാം. ഇപ്പൊ നടന്നുള്ള രീതിയിൽ ടോയിക്കൽ പിന്മാറണം, അങ്ങനെ രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും
ഇതെല്ലാം പുള്ളിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ കണ്ടിരിക്കുന്നു. അപ്പൊ അതിനെ നമ്മള് ഇത് ഇന്ന ആള് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു രീതിയില്ലായ്മ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ, അതിനിപ്പം പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെ നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം. അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം. ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം, ഇതൊക്കെയാണ് ഇവര് സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു. അതുപോലും ആപേക്ഷികമായിരിക്കും. ഇപ്പൊ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം. കാര്യം ഇയാൾ എന്നോട് പെരുമാറുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത്. അപ്പൊ അതിനർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പലപ്പോഴും തോന്നുന്നത്. ഒരു മൊമെന്റിലുണ്ടാവുന്ന അവരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നാവുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ, ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരാൾക്കാരെ ഇകഴ്ത്തുക എന്നുള്ള ഒരു ഉദ്ദേശം സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഇതിവൃത്തം അറിയാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പരമായോ ഡിപ്പാർട്ട്മെന്റ് പരമായോ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്? എന്താണ് ഇത് പറയുന്ന സബ്ജക്ട്? അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഡയറക്ടർക്ക് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? അല്ല, ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഹിറ്റ്ലറെ കുറിച്ച് സിനിമ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹിറ്റ്ലർ നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്കനുസരിച്ചുമായിരിക്കും. അപ്പം നമ്മൾ ഒരാളെയും കൽപ്പിക്കാതെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയില്ല. ആ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന സൂര്യൻ തിരിയുക, പൂ വിരിയുക, ഇത് കാണിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾക്കുള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മുടെ ഒബ്സർവേഷനിൽ നമുക്കുള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഒരു തിരക്കഥാകൃത്ത് രൂപപ്പെട്ടുണ്ടാവും. അതിലൊരു സംവിധായകൻ ഐക്യപ്പെടുന്നു ആ തിരക്കഥയോട്. അപ്പൊ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങൾ കൂടെ അതിനോട് ഐക്യപ്പെടുന്നു. അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായ ഐക്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ടോവിയെ പോലത്തെ ആർട്ടിസ്റ്റ് വരുന്നത്. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം വർഗീസ് പീറ്റർ എന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ കുട്ടനാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് ആ സിനിമ. ആ സിനിമയ്ക്കകത്ത് ഉള്ള ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന ലേയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ പോലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പോസിറ്റിവിറ്റിയാണ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സിനിമയാണ്, ഇത് ആർട്ടാണ്. അപ്പോൾ അത് നമ്മൾ സംവദിക്കേണ്ടതും കലഹിക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതായ ചില വിഷയങ്ങളുണ്ടാവും. ആത്യന്തികമായി കല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിട്ടാണ് ഇത് 23-ാം തീയതി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പൂർണ്ണ വിശ്വാസമാണ്. നിങ്ങളുടെ മറുപടിയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു വെക്കുന്നത് മുത്തങ്ങ പറയുമ്പോൾ നിങ്ങൾ മുത്തങ്ങ അല്ല എന്ന് പറയും, മറ്റ് സംഭവങ്ങൾ അതല്ല എന്ന് പറയും. ശരിക്കും ഒരു സിനിമ കണ്ടിട്ട് വേണ്ട ഒരു പ്രസ് മീറ്റ് ആണ്. എന്തായാലും ഒന്ന് ഒരു പ്രസ് മീറ്റ് വെക്കുകയും ചെയ്യണം അന്നത്തെ ദിവസം, ഉറപ്പാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ സിനിമ പല രീതിക്ക് യാത്ര ചെയ്യുന്നു. നിങ്ങൾ പറയാം പല രീതിക്ക് യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ നീതി ലഭിക്കാത്ത ഒട്ടനവധി ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടൊരു നീതി ഈ സിനിമയിലൂടെ നടപ്പാക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിന് തോന്നുന്ന നിലയിലേക്ക് ഈ സബ്ജക്ട് പോകുന്നു. അതായത് ഒരു സിനിമ കൊണ്ടോ കല കൊണ്ടോ ഒരു സമൂഹത്തിൽ പൂർണ്ണമായ രീതിയിൽ നീതി നടപ്പാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നീതി നടപ്പാക്കുന്നതിനെ പറ്റി പോസിറ്റീവായിട്ട് ആലോചിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രേരിപ്പിക്കാം, അവരെ ഇൻസ്പയർ ചെയ്യും. അത്രമാത്രമേ ഒരു കലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്താ പറയാ, നരിവേട്ട ആ രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. ചർച്ചയ്ക്ക് പിന്നീട് സിനിമ ഇറങ്ങിയ ഒരു വലിയ ചർച്ചയ്ക്കുള്ള ഒരു വേദി കൂടെ തുറന്നു കൊടുക്കാൻ കഴിയില്ല ഒരു ഡയറക്ടർ എന്ന നിലയിൽ. ഈ തോട്ട് പ്രൊവോക്കിംഗ് ആണ് ആക്ച്വലി സിനിമ ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് കൂടെ അതിൽ ഉണ്ടാവുക എന്തോ കൂടിയാണ് സിനിമ കൊണ്ട് അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോർമാറ്റ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിലതെങ്കിലും. അപ്പോൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. എവിടെയാണ് അടിച്ചമർത്തപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഉള്ളത്? അവരുടെ നീതി എവിടെ പോയി? അവരെ കുറിച്ച് എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യാത്തത്? അവർക്ക് പൂർണ്ണമായ നീതി കിട്ടുന്നുണ്ടോ? അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ്? ഇപ്പോൾ ആർ ഫാമിന്റെ കാര്യം ഞാൻ പറയാം. ആർ ഫാമിന്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, ആദിവാസി സെറ്റിൽമെന്റ് ഫാമാണ്. അതിന്റെ വീട്ടിൽ തൊട്ടടുത്താണ്. 16 പേരെ കൊന്ന ഒരു ആന അതിൻ്റെ അകത്തുണ്ട്. കഴിഞ്ഞ 4 മാസം മുമ്പ് ഒരു ദമ്പതികളെ ആന ചവിട്ടിക്കൊണ്ടു. അത് ഇവിടെ എത്ര മാധ്യമങ്ങളിൽ നോട്ടിയപ്പെട്ട വാർത്തകളുണ്ട്.
അപ്പം എവിടെയാണ് ചില സമൂഹങ്ങളെ നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത്, ചില സമൂഹങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ, മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മളെ പോലെ ആക്കണോ, നമ്മളെ പോലെ വസ്ത്രം, നമ്മളെ പോലെ പാർപ്പിടം, നമ്മളെ പോലുള്ള ആഹാര രീതികൾ അതാണോ, അല്ലെങ്കിൽ തനതായി അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുകയാണോ വേണ്ടത്? ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? ഇത് ചൂണ്ടിക്കാണിക്കാനേ ആർട്ടിനെ പറ്റുള്ളൂ. ഇത് തീരുമാനം എടുക്കേണ്ടതും അതിൽ നീതി നടപ്പാക്കേണ്ടതും അതാത് സംവിധാനം. രണ്ട് ഭരണകൂടമാണ് കേരളത്തിലെ LDF UDF രണ്ട് ഭരണകൂടങ്ങളുടെ ഭരണത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ ഇന്ന് കാണിക്കുന്ന പല സംഭവങ്ങളും വരെ ഭരണത്തിന്റെ കീഴിൽ വരുമ്പോഴാണ് നടക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയ ചർച്ച, രാഷ്ട്രീയ വേദിയിലേക്ക് കൂടെ ഈ സിനിമ കടന്നു ചെല്ലില്ലേ? ചില കഥകളിലേക്ക് എത്തണം എന്നുള്ളത് സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ്. മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം, ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് എത്തുന്നത് വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവിതമായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയാ അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരുടെ ഭാഗത്ത് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും. അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് അവരങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും. നമ്മള് സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെ എല്ലാവരെയും നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ദി ബെസ്റ്റ് അവർക്ക് ആവശ്യമുള്ളത് അവരെ അർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും നിലകൊള്ളാനും ഒക്കെയും അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മളെല്ലാവരും. അപ്പൊ ആ സമൂഹത്തിന് ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുപലക വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. 2018 ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഡയറക്ടർ ആണെങ്കിൽ പറയുന്നു, എഡിറ്റർ ആണെങ്കിൽ പറയുന്നു, ഇന്നലെ കണ്ട ഒരാൾ കണ്ണു നനഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പൊ ടോബി ഈ സിനിമ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2018 നമ്മുടെ മനസ്സിൽ നമ്മൾ നേരിട്ട് കണ്ടാണ്. പക്ഷെ ഈ പറഞ്ഞ മുത്തങ്ങ സംഭവം നിങ്ങളല്ല എന്ന് പറയപ്പെടും. മുത്തങ്ങ സംഭവം നേരിട്ട് കാണാത്ത ഒത്തിരി പേരുണ്ട്, പത്രങ്ങൾ വായിച്ചവരുണ്ട്. ഇപ്പൊ ഈ കൂടെ ഇരിക്കുന്നവരൊന്നും പത്രം പോലും വായിക്കാത്ത എന്റെ പ്രായത്തിൻ്റെതാണ് ഞാൻ പറയുന്നത്. ആ സംഭവം ടോബി അഭിനയിക്കുമ്പോൾ എല്ലാം റിസ്ക് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കണ്ണു നിറയില്ല. ഇപ്പൊ പറയാണ് അവിടെ ഇന്നലെ വന്ന് കണ്ടു ചെയ്തപ്പോൾ അവരുടെ കണ്ണു നിറഞ്ഞു എന്ന് പറയുമ്പോൾ ആ മാതിരി ഒരു സീനായിരിക്കും ടോബി. അത് നമ്മൾ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് വെച്ചാണല്ലോ നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ദാ വരുന്നു എന്ന് പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോ ആണോ എന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ എന്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ അങ്ങനെ വിലയിരുത്താറില്ല. അങ്ങനെ വിലയിരുത്തുന്ന ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ വാലിഡേഷൻ, ഞാൻ ആഗ്രഹിക്കുന്ന വാലിഡേഷൻ എന്ന് പറയുന്നത് എന്റെ സംവിധായകരാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഓഡിയൻസ്. ആ സംവിധായകനും എഴുത്തുകാരനുമാണ് ഈ കഥാപാത്രത്തിനെ സൃഷ്ടിച്ചത്. അപ്പോൾ അവര് ഇതിൽ സംതൃപ്തരാണോ, അവരാഗ്രഹിച്ച പോലെ അവരാഗ്രഹിച്ചതിനേക്കാൾ ഒരു പടിയെങ്കിലും മുകളിൽ ഇവർക്ക് എന്റെ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമോ എന്നായിരിക്കും ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുന്നത്. അപ്പൊ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് എന്റെ ക്യാരക്ടറും നല്ല ഒരു ക്യാരക്ടർ ആർക്കുള്ള പലതരം ഇമോഷൻസ് പോർട്രേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നമ്മള് തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിന്റെ ഒരു ഇമോഷണൽ ഗ്രാഫും നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കഥ വായിച്ച സമയം മുതലേ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റു സിനിമകൾ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമയം
വരെയും ഈ സിനിമയെ പറ്റി ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല, സംസാരിക്കാതിരുന്നിട്ടില്ല. അതുവരെയും എപ്പോഴൊക്കെ ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആ സീനിൽ ഈ സീനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആ സീനിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അതുമുതലേ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ ഡിസ്കഷൻസിലൊക്കെ ഇതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പൊ ആ സമയത്ത് വയനാടായിരുന്നു ഷൂട്ട്, ഞാൻ എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഷൂട്ട്. പിന്നെ എൻ്റെ അവിടുത്തെ വയനാട്ടിലെ ചെറിയ മലകയറ്റവും അവിടുത്തെ സുഹൃത്തുക്കളായിട്ട് സമയം സ്പെൻഡ് ചെയ്തതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഞാൻ വീട്ടിലേക്ക് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ് ഈ വയനാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് നമ്മള് നല്ല ഏകാഗ്രതയും ഒക്കെ ആയിരിക്കും, സമയത്തിന് ഉറങ്ങുന്നു, സമയത്തിന് എഴുന്നേൽക്കുന്നു, മറ്റൊരു കാര്യങ്ങളിലേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല, നമ്മൾ ഇതിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഈ കഥാപാത്രത്തിന്റെ ശൂശയിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഒരു ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മള് ഒരു ടൊവിനോ തോമസ് ആയിട്ട് നിന്നിട്ട് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ആ കഥാപാത്രമായിട്ട് ആ കഥാപാത്രത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ചിന്തകളിൽ തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ വളർന്നു വരുമ്പോൾ ഒക്കെ. അപ്പോൾ ഇതിൽ അതുപോലെ എന്നിട്ട് അത് നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മള് ശരിക്കും കരയുമ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കരയുമ്പോഴും ഒരേ മസിൽസ് തന്നെയാണ് ചലിപ്പിക്കപ്പെടുന്നത്, ഒരേ തിയറിലായിട്ടുള്ള തന്നെയാണ് ഈ കണ്ണീർ വരുന്നത്. നമ്മള് ഗ്ലിസറിൻ ഇടാതെ നമുക്ക് കരയാൻ പറ്റും. നമ്മളെ ഈ സിറ്റുവേഷൻസ്, സിനിമയിലെ സിറ്റുവേഷൻസ് ഭയങ്കര ആത്മാർത്ഥമാണെങ്കിലും നമ്മൾ സിനിമ കണ്ട് കരയുന്ന ആൾക്കാരല്ലേ. ഞാൻ പുസ്തകം വായിച്ചിട്ട് ഞാനൊരു ഇമോഷണൽ സീക്വൻസ് വന്നാലും എന്നെ കണ്ടെന്ന് പറയുന്നതാണ്. അപ്പൊ അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കുറച്ചും കൂടെ കൂടുതൽ എൻ്റെ ഉള്ളിലേക്ക് കയറുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ അത് ഫീൽ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ലോങ് ടേക്ക് ആയിരുന്നു. സിനിമയിൽ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് കട്ടായിട്ടായിരിക്കും അങ്ങനെ ഷോട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു മാസ്റ്റർ ഷോട്ട് പോലെ നമ്മളൊരു ദിവസം രാവിലെ വന്ന് പ്രിപ്പയർ ആയപ്പോൾ അന്ന് ഞാനും ആ കൂടുതലായിരുന്നു. മൊത്തം ക്രൂവും കുറച്ച് സൈലന്റ് ആയിരുന്നു. നമുക്ക് സീൻ കാണാൻ അറിയാവുന്നതായതുകൊണ്ട് അങ്ങനെ വന്നത് നമ്മള് ഈ സീൻ പെർഫോം ചെയ്ത് ത്രൂ ഔട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അനുരാജ് സാധാരണ കട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ കട്ട് കണ്ടപ്പോ നമുക്ക് അനുരാജിന്റെ ശബ്ദമിടറി എന്ന് പറയുന്ന സമയത്ത് എനിക്കത് അവിടെ സ്പോട്ടിൽ വെച്ചിട്ട് PWD അവാർഡ് തന്നു. നീ ഹനുമാനല്ല സുലൈമാനല്ല ഹനുമാനാണെന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. അതാണ് നമ്മൾ സിനിമ ഇറങ്ങിയതിനു ശേഷം വരുന്ന റെസ്പോൺസുകളേക്കാൾ ഓൺ ദ സ്പോട്ടിൽ വരുന്ന പെർഫോമൻസ് ചില സമയത്ത് അങ്ങനത്തെ കയ്യടികളൊക്കെ കിട്ടുമ്പോൾ അതാണ് ആസ് എൻ ആക്ടർ നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അൻരാജന്റെ സുഹൃത്താണ്, അൻരാജ് ആസയുടെ സംവിധായകനാണ്. അതുകൊണ്ട് ചിലപ്പോൾ അൻരാജന് കുറച്ചുകൂടി ഇമോഷണലി ഇതിൽ ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം ആ സമയത്ത് എന്റെ പെർഫോമൻസ് കണ്ടിട്ട് കരച്ചിൽ വന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഉണ്ടാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഊർജ്ജമായിരുന്നു. അത് തന്നെയാണല്ലോ ഒരു അപ്രിസിയേഷൻ ആണ് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഫ്യൂവൽ എന്ന് പറയുന്നത്, മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അത് അങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഓരോ സീനുകളും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യാനായിട്ട് അതിനുള്ള എന്താ പറയുക, ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെയല്ലല്ലോ. എനിക്ക് അതിനുള്ള അത്രയും ഇൻപുട്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇവർ തന്ന ആ സ്ക്രിപ്റ്റിൽ ആ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത്. അതിനുശേഷം ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഞങ്ങൾ ഈ ക്യാരക്ടറെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടറൊക്കെ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത് മനസ്സിൽ ചെറിയൊരു ധാരണ ഉണ്ടാവും. പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് എല്ലാവരും നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ പല ഇൻഡിവിഷ്വൽസും മറന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അനുരാജ്, ഇപ്പൊ ഈ സിനിമയിലെ തന്നെ ജെയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഇതിലെ പാട്ട് തന്നെ ട്രെൻഡിങ്ങിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ടോവിനോയുടെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായിരിക്കും ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിങ്ങനെ അതിന്റെ പാട്ടുകൾ തന്നെ നമുക്ക് പിന്നെ പിന്നെ കേൾക്കാനായിട്ട് ഇഷ്ടം തോന്നുന്നു. അങ്ങനത്തെ ലെവലാണ് ശരിക്കും മ്യൂസിക്കിനെ കുറിച്ച് അല്ല, ജയിച്ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ ഷെമീർ ഫസ്റ്റ് കട്ട് കഴിഞ്ഞ ആണല്ലോ നമ്മൾ മ്യൂസിക് ചെയ്യും. അപ്പം ജയിച്ചേട്ടനായിട്ട് ഓരോ റീൽ വൈസാണ് മ്യൂസിക് ചെയ്തു പോകുക. അപ്പോൾ ഓരോ റീൽ കഴിയുന്നതനുസരിച്ച് സിനിമയുടെ സ്വഭാവം മാറുന്നതിന്റെ ഇൻപുട്ട് എനിക്ക് ജയിച്ചേട്ടൻ കിട്ടുന്നുണ്ടായിരുന്നു. ആ റീലിൽ ഇമോഷൻ ക്യാൻവാസ് ആകുന്നുള്ള. അപ്പോൾ നമ്മൾ സിനിമ കണ്ട കൂട്ടരിൽ ആദ്യം ശരിക്കും ഷെമീർ ആണ് ആദ്യം നമ്മൾ 3 മണിക്കൂറുള്ള ഫുട്ടേജിന് 2 ഒക്കെ ആക്കുന്നത് ഷെമീറാണ്. അതിനുശേഷം നമ്മൾ കാണുന്നു. അതിനുശേഷമാണ് ജെയ്സറിന് ഇന്നാവാൻ കുറച്ച് തുടക്കത്തിൽ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷെ വൺസ് പുള്ളി ഇന്നായി കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് സംഭവിച്ച മാജിക്
ശരിക്കും എന്നെ തന്നെ ഭയങ്കരമായിട്ട് വിസ്മയപ്പെടുത്തിയ ചില ഏരിയസ് ഒക്കെ ആ സിനിമയിലുണ്ട്. അപ്പം ത്രൂ ഔട്ട് ജെയ്സണിനെ പോലത്തെ ഒരു ടെക്നീഷ്യൻ അതിനെ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുക മാത്രമല്ല ഇപ്പം തുടരെ സിനിമകൾ നന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ജെയ്സണിൻ്റെ. അപ്പോൾ അതിൽ തന്നെ ജെയ്സണിൻ്റെ മ്യൂസിക്കിൽ എനിക്ക് ഐവൻ കോശിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ ഒരു അടയാളപ്പെടുത്തൽ കൃത്യമായി വരുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഇപ്പം ജെയ്സേട്ടൻ മാത്രമല്ല ഇതിലൊരു ടെക്നിക്കലി നിൽക്കുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം ഷെമീനോട് പറയണ്ടായിരുന്നു, അല്ല എല്ലാവരും ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് സിനിമ പോകുന്ന സമയത്ത് മറ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ മികച്ചതാവുക, ഞാൻ മികച്ചതാവുക എന്നുള്ളൊരു മത്സര സ്വഭാവം ഈ സിനിമയ്ക്ക് യാത്രയിലുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ മാറി നിന്ന് കാണാറുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ബാവക്കയായാലും ബാവക്കയോട് ഞാൻ നേരത്തെ നോക്കിയത് ആമ എന്നുള്ള സിനിമയാണ്. ഞാൻ അസോസിയേറ്റ് ചെയ്തത് ആമയിൽ ബാവക്ക ഡയറക്ടറായിരുന്നു. അന്ന് മുതലുള്ള പരിചയം. പക്ഷെ ബാവക്ക ശരിക്കും അന്ന് മുതൽ അതിനേക്കാൾ ഉച്ചത്തോടു കൂടിയാണ് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്തത്. അപ്പം ചില സ്ഥലത്ത് നമുക്ക് തീ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇപ്പം ബാവക്ക പൈപ്പ് കൊടുത്ത് ജമ്പ് ചെയ്ത് ചാടി ഇറങ്ങി നനയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബാവക്ക ഉള്ളിലത്തെ എനർജിയൊക്കെ സിനിമയാണ് പുള്ളിയെ നയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നെഞ്ചടിച്ച് വീണിട്ടുണ്ട് ഒരു വലിയ കാട്ടിൻ്റെ അകത്ത് വെള്ളച്ചാട്ടത്തിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പ്രണവിന്റെ തന്നെ ആയിരുന്നു. പ്രണവ് അടക്കമുള്ള മുഴുവൻ അങ്ങനെ എടുത്തു പറയേണ്ടതല്ലാത്ത ആർട്ടിസ്റ്റ് ആയാലും ടെക്നീഷ്യന്മാരായാലും എടുത്ത എഫേർട്ടിന്റെ ഔട്ട്പുട്ടാണ് സിനിമയിൽ വരുന്നത്. എല്ലാവർക്കും അതിന്റെ അപ്രീസിയേഷൻ സിനിമ കഴിഞ്ഞിട്ട് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും എന്താ പറയാ, നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു അധികം സിനിമകളിൽ ചെയ്ത കഥാപാത്രങ്ങൾ ആ ഡെപ്തിലേക്ക് എത്തിക്കാൻ പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. ഈ കഥാപാത്രം ആവാനായിട്ട് എവിടെയെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ റിയൽ ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ എന്തുകൊണ്ടായിരുന്നു? അങ്ങനെ ഇന്നൊരാളെന്നില്ല. നമ്മള് കേരളത്തില് കണ്ട് വന്നിരുന്ന സമര നായകന്മാരും അങ്ങനെ ഒത്തിരി പേര്, ഇന്നൊരാള് മാത്രമായിട്ട് ഞാൻ റെഫറൻസ് എടുത്തില്ല. അപ്പൊ നമ്മളവിടെ കുറച്ചധികം പേര് നമ്മള് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. സമരത്തിനെ നയിക്കുന്ന ട്രൈബിന്റെ മുന്നിൽ നിന്ന് അവരെല്ലാവരും ഒരുമിച്ച് നിർത്തി നയിക്കുന്ന ഒരു സ്ട്രോങ് ലേഡിയുടെ ക്യാരക്ടറാണ്. അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസുകൾ നമ്മൾ എടുത്തിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിലും വീണ്ടും ചാനൽസുകളിൽ നിന്നാണെങ്കിലും. പിന്നെ കൂടുതലും ഭാഷയിലാണ് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം രാവണ ഭാഷയാണ് പ്ലാൻ ചെയ്തത്. അതിനുശേഷം നമ്മുടെ കൂടെ അഭിനയിച്ചവര് എല്ലാവരും പണിയ ഭാഷ സംസാരിക്കും. നമ്മൾ പണിയ ഭാഷ സ്ലാങ് ഭാഷ എന്ന് പറയാൻ അറിയില്ല, കാരണം മലയാളം തന്നെയാണ് അവർ പറയുന്നത്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിൽ തന്നെ നമുക്ക് പ്രസാദ് എന്ന് പറയുന്ന ചേട്ടൻ കൂടെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഡബിങ് ടൈമിലാണെങ്കിലും നമുക്ക് ഒരു സ്ലാങ് കറക്റ്റ് ചെയ്യാനൊക്കെ പുള്ളി കൂടെ നിന്ന് എഫോർട്ട് അവരും എൻ്റെ ഒപ്പം തന്നെ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ എഫോർട്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കിയതല്ല, കാരണം എനിക്ക് അത്രയും സപ്പോർട്ട്. ഇപ്പം അനുരാജും അതിന് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ AD ടീം ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇവരോട് ചോദിക്കില്ല, ഇവര് ചിലപ്പോൾ ദൂരെയൊക്കെ ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ കൂടെയുള്ള ഈ മൂവിയുടെ AD ടീംസ് ആണെങ്കിലും എവിടെയാണ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞു തരാനും പഠിക്കാനും ഒക്കെ അവരും ഒത്തിരി എഫോർട്ട്. കുറച്ചു ഇൻസിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം സിനിമകളൊക്കെ നമ്മൾ പറഞ്ഞു, അതേപോലത്തെ സിനിമകൾ ഇപ്പം മലയാളത്തിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുക. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ ഒരു മടിയാണ്, പറഞ്ഞാൽ അത് തെറ്റല്ല എന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും സിനിമകൾ ഇപ്പൊ അങ്ങനത്തെ ഒരു മുന്നോട്ട് വെക്കാനായിട്ട് ഒരു മടിയാവും, അതോ അതിന്റെ നിയമം സംരക്ഷിക്കുന്നവരെ ശിക്ഷിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ആസ് എ ആർട്ടിസ്റ്റ് എന്താ തോന്നുന്നത്? അല്ലെ, എന്നും അങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നു. പിന്നെ നമുക്ക് ചെയ്യാനുള്ള സിനിമകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ വരും പരായങ്ങളെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച, ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായിരുന്നു. ഞാനിങ്ങനെ അങ്ങനെ അധികം ഓവർ തിങ്ക് ചെയ്യാറില്ല. സിനിമയിൽ വന്നിപ്പോ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടില്ല. പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ. ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. ആ സിനിമ എല്ലാ സിനിമയും സാരോപദേശ കഥയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള മെസ്സേജ് ആയിരിക്കണം. ചുരുങ്ങിയ ശേഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അത് ഇതങ്ങനെ പറഞ്ഞല്ലോ, ഇതങ്ങനെ ഒരു സാരോപദേശം അങ്ങനത്തെ സിനിമയുമല്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്നത്
കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങൾ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അസംഷൻസ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിൽ ഈ സിനിമയെ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ചിരിക്കും. അപ്പോ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ പോയിന്റ് ഏതെങ്കിലും വലിയ ഷൂട്ടിങ്ങാണെങ്കിൽ അവരിൽ എന്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രമേ നോക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഇങ്ങനെ ഒരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ആശയം കൂടെ കണ്ടുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അതിന് വിമർശിക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടയോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യമാണെന്നോ ജനങ്ങളുടെ മേലുള്ള ആധിപത്യമുള്ളതാണോ? എന്റെ ഉത്തരം നേരത്തെ ഗസ്റ്റ് ചെയ്ത് പറഞ്ഞ കാര്യമില്ല. ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന്റെ പുറത്ത് എന്തൊക്കെ നടക്കുന്നു നമുക്ക് അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളി വരുമ്പോൾ പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നോ പിന്നെ എന്താണ് അവരുടെ ജീവിതം പലപ്പോഴും അറിയാറുണ്ട്. അപ്പം ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷെ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം വേണ്ട പലപ്പോഴും തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടോവിലേക്ക് പറയാതിരിക്കാൻ പറ്റൂ? അങ്ങനെയൊക്കെ ചോദിക്കണോ? അങ്ങനെ മോശമാണ്. പാവക്കാട് ഇവിടെ വാർത്തയിൽ രണ്ടുപേരും പോലീസുകാരൻ ഒരു ആദിവാസി മരിച്ചു എന്ന് അത് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഒരു മാധ്യമപ്രവർത്തകൻ. ഞാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം അത്രമാത്രം വലിയ വേട്ട നടന്ന സംഭവമാണ്. ഈ പേര് പോലെ തന്നെ അത്രമാത്രം വേട്ടയാടിയപ്പെട്ട ആദിവാസികളാണ്. ആദിവാസികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം വലുതായിരുന്നു. അതിനുശേഷം വലിയ സമരം ഈ പറഞ്ഞ പോലെ 6ാം സമരത്തിന് ഞങ്ങൾ പോയതാണ്. അവിടെയും റബ്ബറിന്റെ മുകളിൽ ഇരുന്ന മണ്ണെണ്ണ ഒഴിക്കുന്ന പെട്രോൾ ഒഴിക്കുന്ന സമയത്തും അതും റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ ഇത് നീതിപൂർവമാണ് ഈ സിനിമ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം സമ്പാദിക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്കില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസമാണ്, 2 പേരല്ല അവിടെ മരിച്ചതെന്ന് ഞാൻ എവിടെയും ഏത് ചർച്ചയ്ക്കും എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഇനി സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളും. സിനിമയ്ക്ക് മുമ്പ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അത് കഴിഞ്ഞിട്ടാണ്. അതെ, ഇവിടുന്ന് പോയാൽ നമുക്കൊരു ക്യാമറ ഉണ്ട്, റിപ്പോർട്ടിൽ പ്രദീപ് ഇവിടെ ഉണ്ട്. പ്രദീപ് വന്ന് കാസർഗോഡാണ് ഇന്ത്യ ഉള്ളത്. പ്രദീപ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രദീപ് കാസർഗോഡ് നിന്ന് മുത്തങ്ങയിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. ഇവിടെ ഉണ്ടാക്കിയ ക്യാമറയാണ് ഇപ്പൊ റിപ്പോർട്ടിലേക്കുള്ള. അന്ന് ഇന്ത്യ വിഷയിലാണ്, അന്ന് കാസർഗോഡ് ബ്യൂറോയിലായി. അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ മുത്തങ്ങയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയി എന്നിലും മുമ്പ് എത്തിയൊരു ക്യാമറയാണ്. ഞാൻ അതിനായിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ കുറെ പേര്, എനിക്ക് ഇവിടെ ഉള്ള മെയിൻ ചാനലിലെ ക്യാമറമാൻ എത്ര പേരുണ്ടെന്ന് അറിയില്ല അവിടെ പോയത്. ഞാൻ കണ്ട കാഴ്ചകൾ എന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ. ആ വേദനിപ്പിക്കുന്ന കാഴ്ചയിൽ നിരപരാധിയായ ആദിവാസികളും അതിന് നിരപരാധിയായ പോലീസുകാരും ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അത് കണ്ണു നനയ്ച്ച കാഴ്ചകൾ ഇഷ്ടംപോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഇത്ര യാത്ര ചെയ്തത്. ഈ സിനിമ എനിക്ക് കാണാനുള്ളൊരു എന്താന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് 23-ാം തീയതി വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. 16-ാം തീയതി നിന്ന് അന്ന് എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഒന്ന് കണ്ടാൽ പോലെ സിനിമ 2 or 3 പ്രാവശ്യം കണ്ടാലേ എനിക്ക് സിനിമ ഉള്ളിലേക്ക് കയറുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം എനിക്കറിയാവുന്ന കുറെ വേദനകളുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നു, അതിങ്ങനെ പ്രോഗ്രാമിൽ ഒരു അമ്മ പറഞ്ഞ എന്റെ കണ്ണു വെച്ച എന്റെ മകന് കയറി കിടക്കാൻ ഒരു ഭൂമി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സമരത്തിൽ പോയെന്ന് പറഞ്ഞു. എന്റെ മോന് കിടക്കും, അതുകൊണ്ട് ഞാൻ പോയി. അമ്മയെന്നതിലേക്ക് ഞാൻ പോയി. അങ്ങനെ എത്ര ആദിവാസികളൊക്കെ കണ്ടാണെന്ന്. അതുകൊണ്ട് ഞാൻ പറയാം, എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഈ സിനിമ നിങ്ങൾ അതിൽ നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ നീതി പുലർത്തി, ഡയറക്ടർ അഭിനയിച്ചത് നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നമ്പർ 1 സിനിമയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറക്കെ പറയുകയാണ്. നമ്മള് എന്ത് കഥ പറയുമ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ മെസ്സേജ് ഉണ്ടാവണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് അതിനകത്ത് ഇപ്പം അതിന്റെ സാലോപദേശം കൂടിയേ തീരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരിക്കലും
കയറ്റാൻ പറ്റില്ല, അയച്ചു കയറ്റിയാൽ അത് കുഴച്ചിരിക്കും. ചില സിനിമകൾ എന്റർടൈൻമെന്റ് മാത്രമായിരിക്കും അതിന്റെ പർപ്പസ്. അതിനകത്ത് നമുക്ക് അതിൽ നിന്നും ഉൾക്കാഴ്ചകൾ ഉണ്ടാവുന്നതൊക്കെ ഉണ്ടാവാം, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു മീഡിയം ആയതുകൊണ്ട്. പക്ഷെ ഈ സിനിമയിൽ നമ്മൾ കഥ പറയാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് അത് പരമാവധി നീതിപൂർണമായിട്ട് പറയാനും അത് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സിനിമ കാണുമ്പോൾ വർഷമായി നിങ്ങൾക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്ന എഡിറ്ററായി അല്ല, ഈ സിനിമ ഫുൾ ഫുട്ടേജ് കണ്ടിരിക്കുന്ന ഇദ്ദേഹമായിരിക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യേണ്ട. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലായിരിക്കും ഈ സിനിമ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പ്രദർശിപ്പിക്കുന്നത് ഞാൻ വീക്ഷിക്കുന്നത്. പിന്നെ ഇത് പത്രങ്ങളിൽ കണ്ട വാർത്തകളുണ്ട്, ഇതുമായിട്ട് പല സംഭവങ്ങളുണ്ടോ. അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ സിനിമയെ കുറിച്ച് വലിയൊരു ഐഡിയ ആയിരിക്കും മനസ്സിലുണ്ടാകുന്നത് അല്ലേ? ഈ കഥ കേട്ടിട്ടുണ്ട്, എഡിറ്റിംഗ് ഫുൾ ഫുട്ടേജ് അവിടെ എത്തുന്നു, ഇതിൽ നിന്ന് ഏത് കളഞ്ഞാലായിരിക്കും ഏത് ചേർത്താലായിരിക്കും വല്ലാത്തൊരു ടെൻഷൻ താങ്കൾക്ക് ഉണ്ടായി കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം തീർന്നതിന് ശേഷമാണ് അനുരാജ് കാണാൻ വരുന്നത്. ഇതിൽ ലാസ്റ്റ് ഒരു ടൈലറിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ എഡിറ്റിൽ കുറച്ച് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതേപോലെ തന്നെ 1-2 സീൻസുകൾ മാറി. ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അനുരാജ് കാണാൻ മുകളിലേക്ക് പോയി. ഞാൻ ഇരുന്നില്ല, ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പം കണ്ടിട്ട് വന്ന് തറക്കി തിരിച്ചു മാറ്റും. അപ്പം ഞാൻ എന്തെങ്കിലും പറയാം വിചാരിച്ച് ഞാൻ അടിയിലേക്ക്. അതേപോലെ തന്നെ ഇവരും അവനെന്തെങ്കിലും മാറ്റിയിട്ടുണ്ടായിരിക്കും, ഞാനത് തിരിച്ചു മാറ്റും എന്ന് വിചാരിച്ച് അവന് പോകും. ഇവൻ പടം കണ്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഒന്നും സംസാരിക്കാതെ കുറച്ച് അവിടെ വരും. ഞാൻ വിചാരിച്ച് പണി പറയും. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കണ്ണൊക്കെ നിറഞ്ഞു. സോ അതായിരുന്നു ഈ പടം. ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ റിയാക്ഷൻ ഒരുപാട് പേര് പടം കണ്ടു. പടം കണ്ട ആൾക്കാരുടെ ഒരു പോയിന്റ് ഉണ്ട്. ആ ഏരിയയൊക്കെ എത്തുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഡയറക്ടറിനോട് നെപ്പോളിയൻ്റെ ഒരു കോട്ടുണ്ട്. നരിവേളിലേക്ക് വരുമ്പോൾ ട്രൂ ഇവന്റും ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സിയിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് താങ്കൾക്കാണ്. പക്ഷെ അവിടെ ടോവിനോ എന്ന് പറയുന്ന ഒരു നടൻ ഈ ചോദ്യങ്ങളെ കേൾക്കേണ്ടി അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. അപ്പം ടോവിനോ തന്നെ അഭിനയിച്ച ഇപ്പൊ എമ്പുരാനിലാണെങ്കിൽ കൂടി നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ അതിനോട് താങ്കളുടെ ഒരു അല്ല, ഇത് നമ്മൾ 23 റിലീസ് ചെയ്യുന്ന ദിവസം തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ ഈ സിനിമ. നമ്മളിപ്പോൾ കഴിഞ്ഞ 4 വർഷമായി ഈ സിനിമ തിരക്കഥയാവുന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ ടോവിയുണ്ട്, ഇതിലെ മോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻസും ഉണ്ട്, ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഷമീർ ശരി ഈ സിനിമയുടെ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ്, മറ്റു ചില സാങ്കേതിക കാരണങ്ങളെ മാറിയത്. അപ്പോൾ ഒരാളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമ ചെയ്യുന്നതിന് അതിന് വാലിഡിറ്റി ഇല്ല. ഇപ്പം നിങ്ങളുടെ ചിന്തയിൽ ഓടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ഈ സിനിമ കൊണ്ട് ഇവിടെ ഏത് ഓഡിയൻസിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും, അവരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എന്ത് എലമെന്റ്സ് സിനിമയിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നത് മാത്രമേ നമുക്ക് അറിയുന്നത്. സിനിമ ഒരു പ്രൊഡ്യൂസറും ഇന്ത്യൻ സിനിമ കമ്പനി എന്നുള്ള പുതിയൊരു സിനിമ കമ്പനിയുടെ ഭാഗമായിട്ടാണ് സിനിമ മുന്നോട്ട് വരുന്നത്. പേരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായൊരു കമ്മോഡിറ്റിയാണ്, വിൽപ്പന ചരക്കാണ്. അപ്പോൾ അതിന് വിറ്റ് പോകണം, അതിന് അവർക്ക് പൈസ തിരിച്ചു കിട്ടണം എന്നതൊക്കെയാണ് നമ്മൾ മനസ്സിലാദ്യം കൂടുക. പിന്നെ വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ചന്ദ്രൻ അസ്തമിക്കുന്നു സൂര്യൻ ഉദിക്കുന്നു മാത്രം കാണിച്ചപ്പോഴല്ലോ അത് ആർജവത്തോടുകൂടി അതിനെ ടേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നീഷ്യനോ ആർട്ടിസ്റ്റോ ആണ് നമ്മളെല്ലാവരും എന്ന് അവർക്കെല്ലാം തന്നെ സ്വയം ബോധ്യമുള്ള ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്കും ബോധ്യമുള്ളതാണ് ചർച്ച ചെയ്ത വിഷയം. അപ്പൊ അതിൽ ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ പറഞ്ഞ പോലെ സംവിധാനങ്ങൾക്ക് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അതിനെ ആ രീതിയിൽ തന്നെ എടുക്കും. എന്താ പറയാ, ഈ ചർച്ചകളിലെല്ലാം ഈ സിനിമ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് വൈകുന്നേരം വീട്ടിലേക്ക് അരി പഞ്ചസാര മണ്ണെണ്ണയൊക്കെ മേടിച്ചിട്ട് പറയുകയാണെങ്കിൽ സംവിധായകന്റെ ഭാര്യയാണ് മാധ്യമത്തോടത്തേക്കാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഈ സിനിമ ഒന്ന് റിലീസായി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടോളാം, അത് കുറച്ച് ദിവസം മിസ് ചെയ്യും. അതെ, അതെന്തായാലും വിടണം. എന്നാലും ഇപ്പോഴൊക്കെ വളരെ ചുരുക്കം മാത്രമേ കാണാറുള്ളൂ. ഈ ചർച്ചകൾക്കപ്പുറത്ത് റെഫറൻസിനപ്പുറത്ത് ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരു തിയേറ്റർ വാച്ച് സാധാരണ ജനങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? എനിക്കുള്ള ഒരു 3 കാര്യങ്ങളിൽ ഒന്ന് ഇതൊരു ടോവി ചിത്രം എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ വളരെ സിമ്പിളായി മുന്നോട്ട് വെക്കുന്നത്? മറ്റു 2 കാര്യം
ഇതിൽ ആദ്യം തന്നെ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഇതൊരു ടോവിനോ സിനിമയാണ്. ടോവിനെയാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയിരിക്കുന്നത്. നല്ല ചോക്ലേറ്റ് അകത്ത് നല്ല ചോക്ലേറ്റ് ആണെങ്കിൽ പുറത്ത് നന്നായിട്ട് കവർ ചെയ്ത് മാത്രമേ മാർക്കറ്റ് ചെയ്യപ്പെടുള്ളൂ. അപ്പം ഇതിൽ ഞാൻ ഈ പറഞ്ഞ 15 വർഷമായി ഞാൻ കുറച്ച് സിനിമകൾ അസോസിയേറ്റ് ചെയ്തു. എങ്ങനെ നല്ല സിനിമ ചെയ്യാം, എങ്ങനെ മോശം സിനിമ ചെയ്യാം എന്നുള്ള ലേണിംഗ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് വെച്ചിട്ട് എല്ലാവർക്കും ഇപ്പം നേരത്തെ 2003 ജനിച്ച ഒരാൾക്ക് ഇപ്പൊ കൗമാരക്കാരനായിട്ടുള്ള ഒരു യുവാവാണ് അയാൾ നമ്മുടെ ഇനീഷ്യൽ ഓഡിയൻസിനെ സ്വാധീനിക്കുന്ന ഒരാളാണ്. അപ്പൊ അയാൾക്ക് കൂടി എന്റർടൈൻഡ് ആവുന്ന തരത്തിൽ ഉള്ള ഒരു സിനിമയാണ്. മാത്രമല്ല ഇതിൽ വാണിജ്യപരമായ മറ്റു താല്പര്യം പ്രൊഡ്യൂസറിന് ആശയിക്കുന്നത്. ഈ 3 താല്പര്യങ്ങളാണ് അതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, ടോബിയും സുധാചേട്ടനും ചേരൻ സാറും ഇതിൽ അഭിനയിച്ച മുഴുവൻ ആൾക്കാരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവരുടെ എഫേർട്ട് ആ സിനിമയിൽ കാണാനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോറി എന്തോ ഞങ്ങൾക്ക് മലയാളം അത് ഭയങ്കര അല്ല അങ്ങനെയല്ല. പുള്ളി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. പുള്ളിയുടെ സിനിമകൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഫോട്ടോഗ്രാഫി മുതലാണ് പുള്ളിയെ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചതിനെ കൊണ്ട് ഞാൻ പുള്ളിയുടെ കുറേ സിനിമകളും പുള്ളി സംവിധാനം ചെയ്യുന്ന സിനിമകളും അഭിനയിച്ച സിനിമകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആൾ ഞങ്ങളതല്ലാതെ ഞങ്ങള് സിനിമാ ചർച്ചകളും ഇതിനു മുമ്പ് 2022-2023 സമയത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ റിയൽ ലൈഫ് ഒരു പുള്ളിയുടെ ശരിക്കുള്ള ജീവിതകഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അച്ഛൻ ഒരു തിയേറ്റർ ഓപ്പറേറ്ററായിരുന്നു, അമ്മ ഒരു സ്കൂൾ ടീച്ചർ. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് ആ സിനിമയോടുള്ള ആ ഒരു അഭിനിവേശം തുടങ്ങുന്നത് അച്ഛനിൽ നിന്നാണ്. അപ്പോൾ ടൂറിൻ ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ ഓപ്പറേറ്ററാണ്. അവിടെ നിന്ന് പുള്ളി ചെന്നൈയിൽ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി. അവിടെ നിന്ന് പുള്ളി സിനിമയിൽ അഭിനയിക്കുന്ന സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരാളായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പുള്ളിയുടെ വീട്ടുകാരുടെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പറയുമ്പോൾ എനിക്ക് ഓർമ്മ നമ്മൾ സിനിമ പാരഡൈസ് എന്നുള്ള സിനിമയാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. അതുപോലെ പുള്ളി ഞങ്ങളങ്ങനെ കുറേ സിനിമാ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രിയമതയോടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പ്രിയമത ഇപ്പം പാട്ട് മിന്നൽ വള എന്ന സോങ് ഇറങ്ങിയ പ്രിയമത മിന്നൽ വള എന്ന സോങ് ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയ തന്നെ വളരെ ട്രെൻഡിങ്. അപ്പം എടുത്ത് നോക്കിയാൽ തന്നെ കേരളത്തിലൊരു പ്രശ്നം തന്നെയാണ് പറയാം. അപ്പം സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലാണ്. ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൂടെ അത്രയും നന്നായി പോയിക്കൊണ്ടിരിക്കും. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്? ടോവിനോ എന്ന് പറയുമ്പോൾ നമുക്കൊരു റൊമാൻറ്റിക് ചോക്ലേറ്റ് ഹീറോ എന്ന ലെവലിലേക്ക് നമുക്ക് ആ സീൻ കണ്ടു നോക്കാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ടോവിനോ എന്ന ആക്ടർ? അത്രയധികം ഫോളോ ചെയ്ത് ആക്ടേഴ്സ് ടോവിനോ തന്നെയാണ്. എനിക്ക് വളരെയധികം ആരാധനയുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ആക്ട് ചെയ്യുമ്പോൾ എനിക്കത് ബെനിഫിഷ്യലാണ്. മിന്നലുകൾ അത്രയും ഹിറ്റായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പൊ എവിടെ പോയാലും ഞാൻ ഈ പാട്ട് കേൾക്കാം. ഇന്ന് രാവിലെ തന്നെ ഞാൻ സ്ഥലത്ത് പോയപ്പോൾ ഈ പാട്ട് പ്ലേ ചെയ്യുന്നത്, ഏത് ക്യാബിൽ പറയാനും ഈ പാട്ടാണ്. സോ അതെനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണല്ലോ. സോ അത് വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? മൈൻഡിൽ വന്നത് ഇതിപ്പോ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ് ആണ് ഈ പടം കാണുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയാൽ എന്തെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ഭാഗമാക്കാൻ നല്ലതായിരുന്നു എന്ന് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത്രയും അടിപൊളി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടത്തിൽ ഞാനൊരു ഭാഗമാണ്. നമ്മളൊരു ക്യാമ്പിലെ 2 പോലീസുകാരുണ്ടാവും. അവരുടെ ഐഡിയോളജി വ്യത്യാസമായിരുന്നു, രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വ്യത്യാസമായിരുന്നു, ആശയങ്ങളെല്ലാം വ്യത്യാസമായിരുന്നു. പക്ഷെ ഇവര് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആശയങ്ങൾക്കോടെ പ്രസക്തിയില്ല. അവർ പോലീസുകാരാണ്, അവരുടെ ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നത് മാത്രമല്ല. ഇപ്പം നമ്മളൊരു ലാത്തിചാർജിന് പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആദിവാസി സമരം അഴിച്ചുവർത്താൻ പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ 100 പേര് പോയാൽ ഒരു 60 പേർക്കും അറിയാമെങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ല ശരി, അവരുടെ ഭാഗത്താണ് ശരി. പക്ഷെ ഡ്യൂട്ടിയാണ്, ചെയ്തേ പറ്റുള്ളൂ. ഈ നരിവേട്ടയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇവന്റ്സ്, ഈ ഒരു ഇങ്ങനത്തെ മൊമെന്റ്സ് ആണോ അതെയോ ഈ
ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും ജോലി ആയതുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന പോലീസുകാരുടെ ഇമോഷൻസിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു പ്രിവിലേജ് ഇല്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ്, പട്ടാളം. കൊറോണ സമയത്ത് എല്ലാവരും ഒരുപോലെ കൊറോണ വരുന്നതെന്ന് പേടിച്ചിട്ട് വീട്ടിലേക്ക് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പേടിച്ച് പോലീസുകാരുണ്ട്. അതിന് അർത്ഥം പുറത്ത് നിന്ന് ഗുണനിലവാരമായ കാര്യങ്ങൾ ചെയ്തു പോകാൻ അവര് പലപ്പോഴും നമുക്ക് അവരുടെ പേഴ്സണൽ ആശയങ്ങളെക്കാളും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാളും അവർക്ക് സമൂഹത്തിന് അങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അംഗീകരിക്കുന്നുണ്ട്. ആ ബുദ്ധിയിൽ ആ ബുദ്ധിയുമാണ് കാസർഗോഡിൻ്റെ പോയി ഒരു കൈ കൊണ്ട് പ്രതിഭ എല്ലാവർക്കും അത് കാണാം. അതാണ് സംവിധായകരോട് ഞാൻ അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകൾ തെറി പറഞ്ഞുകൊണ്ട് സൗഹാർദ്ദപരമായി സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരാളുണ്ടാവുകയാണ്. അപ്പം പറഞ്ഞത് നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം പലപ്പോഴും മലയാള സിനിമയുടെ ഭാഗമായി ഇത് കണ്ടിട്ടില്ലാത്ത ആളുകൾ കൂടി കൂടുതൽ സിനിമ പോലെയുള്ള മേഖലയിലേക്ക് അവരും അതിനകത്ത് താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സമൂഹം കൂടിയാണ്. അപ്പോൾ അവര് വളരെ നല്ല രീതിയിൽ പ്രൊഫഷണൽസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. അല്ലെങ്കിൽ ഒരു ജോലി നിർത്തി അതിന്റെ കാശ് വാങ്ങാനൊന്നും അത്രയധികം അത് ഇൻപുട്ടിട്ടു സംവിധാനം തിരഞ്ഞെടുപ്പും എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. രണ്ട് കാര്യങ്ങൾക്കും അതൊരു ചോദിക്കണം. ഇത് അന്താരാഷ്ട്ര തന്നെയാണ് മറുപടി പറയുന്നത്. ഇതിന്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യമാണ്. സിനിമ എക്സിക്യൂട്ടീവ് വായിക്കുന്ന ഓരോ സീനിലും വായിക്കുന്ന നമുക്ക് അതിന്റെ എക്സിക്യൂഷൻ ലെവൽ ഏത് തരത്തിൽ ട്രക്ക് ചെയ്യാമെന്ന് നമുക്ക് ഉള്ളിലുണ്ട്. അത് ബോധപൂർവമായി നമ്മളതിൽ ഒരു ഭയങ്കര എഫേർട്ട് നടത്തില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത ഒരു 3 മാസം മുൻപേ വയനാട്ടിൽ പോയി നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയും ചെയ്യുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ബേസിക്കലി നമുക്ക് നമ്മളൊരു 50 ടോയ്ലറ്റ്സ് അപ്പം ബേസിക്കലി നമ്മൾ ഈ പൊതിയടക്കം എൻ്റെ മാത്രമല്ല നമ്മൾ പുറത്ത് താമസിക്കുന്നവരും ഇതിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നതിന് നമുക്കൊപ്പം നമ്മൾക്കാൾ മുന്നേ കൂടി കാര്യങ്ങൾ ചെയ്ത്
ഒരുപാട് ചമ്മൽ സ്റ്റേഷൻ